പ്രൈം ടൈം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ദിനത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, പുറത്തുവന്ന ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഒരു മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ഇന്നത്തെ വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രം എന്ന നിലയിലാണ് പ്രൈം ടൈം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ആദ്യ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. മയക്കുമരുന്ന് കടത്തിലും ഉപയോഗത്തിലും പ്രായപൂർത്തിയാകാത്തവരുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതായി കണക്കുകൾ. 2022 മുതൽ പിടിയിലായത് 170 പ്രായപൂർത്തിയാകാത്തവർ. 2025 2 മാസത്തിനിടെ 36 NDPS കേസുകളാണ് പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ എടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കുട്ടികളെ ക്യാരിയർമാരായി ഉപയോഗിക്കുന്നുവെന്നും കണ്ടെത്തൽ. ഓരോ യാത്രയിലും കുട്ടികൾക്ക് ലഭിക്കുന്നത് 5000 രൂപ വരെയാണ്. 2021 മുതൽ എക്സൈസ് രജിസ്റ്റർ ചെയ്ത NDPS കേസുകളിൽ 86 കുട്ടികൾ ശിക്ഷിക്കപ്പെട്ടു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട ആശങ്ക, അതിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ അത് വലിയ നടുക്കമുണ്ടാക്കുന്ന, വലിയ ഞെട്ടലുണ്ടാക്കുന്ന കണക്കുകളാണ്. ഈ പ്രായപൂർത്തിയാകാത്തവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം, അവർ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകൾ, അതിൻ്റെയൊക്കെ കണക്കുകൾ വ്യക്തമാകുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? എസ് ശ്രീകാന്ത്. റിജിത്ത്, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അതിൽ നേരത്തെ നമ്മൾ കുറേയധികം പ്രായപൂർത്തിയായ ആളുകൾ വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്നതും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകൾ പ്രായപൂർത്തിയാകാത്തവർ, കുട്ടികൾ ഇത് ഉപയോഗിക്കുകയും അതിൻ്റെ ക്യാരിയർമാരാവുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2022 മുതൽ മയക്കുമരുന്ന് കള്ളക്കടത്തിനും വ്യാപാരത്തിനും പിടിയിലായത് 170 കുട്ടികളാണ് എന്നതാണ് കണക്ക്. 2022 40 പേരും 2023 39 പേരും 24 55 പേരും ഇത്തരത്തിൽ അറസ്റ്റിലായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2025 2 മാസം കൊണ്ട് മാത്രം 36 NDPS കേസുകളാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും കണക്കുകൾ പറയുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കുട്ടികളെ ക്യാരിയർമാരാക്കുന്നു എന്നൊരു പുതിയ വിവരം കൂടി വരുന്നുണ്ട്. കാരണം ഈ ട്രെയിനുകളിലും ബസ്സുകളിലും അവർ സ്വമേധയാ കടത്തിക്കൊണ്ട് വരുമ്പോൾ പോലീസ് പിടികൂടുന്നു, സംശയം ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഓരോ യാത്രയിലും കുട്ടികൾക്ക് ലഭിക്കുന്നത് 5000 രൂപയാണ് ഈ കടത്തുകൂലി. 2021 മുതൽ എക്സൈസ് രജിസ്റ്റർ ചെയ്ത NDPS കേസുകളിൽ 86 കുട്ടികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ശിക്ഷ കുറവാണ് എന്നുള്ളതാണ് നിലവിൽ ഈ ലഹരി മാഫിയ പരമാവധി 4000 രൂപ പിഴയൊക്കെ അടച്ച് അവർക്ക് പോകാനും സാധിക്കും. ഇതാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ശരിയാ ശ്രീകാന്ത്, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പ്രായപൂർത്തിയാകാത്തവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള, അവരതിൽ പെട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ, അതിനെ തുടർന്നുള്ള കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ ഉപയോഗത്തിൽ മാത്രമല്ല, ഈ പ്രായപൂർത്തിയാകാത്തവരെ ഈ ക്യാരിയർമാരായി ഇതര സംസ്ഥാനത്തു നിന്നുള്ള ലഹരി മാഫിയകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതടക്കം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഓരോ വർഷവും എടുത്തിരിക്കുന്ന കേസുകൾ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണം, അതിൽ ശിക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം, ഇതൊക്കെ കേരള സമൂഹത്തിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന കണക്കാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore. Co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയുടെ തൃശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാവുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകരണമാണ്, വലിയ പങ്കാളിത്തമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേർ ആ യാത്രയ്ക്കൊപ്പം ചേരുന്നു. 15 ദിവസം നീണ്ട യാത്രയുടെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാവുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ ജില്ലാ പര്യടനത്തിന്റെ സമാപന പൊതുയോഗം ഇപ്പോൾ നടക്കുകയാണ്. അതിലെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
എല്ലാ സ്നേഹതീരത്തെത്തിയ ആളുകളുടെയും മനസ്സ് ഈ ഒരു സാമൂഹിക പ്രശ്നത്തെ തുറക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മുറിക്കുക. MLA യും TN പ്രതാപനും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കേക്ക് മുറിക്കുന്നു. കുറച്ച് മ്യൂസിക് കൂടി ഇട്ടാൽ നമ്മുടെ ഇപ്പോൾ തത്സമയ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സ്നേഹതീരത്തെത്തിയ നമുക്കെല്ലാവർക്കും ഒരു പുതിയ അറിവുണ്ടായി കാണുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കാണുന്നതിനേക്കാളും വലിയ അപകടം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ തളിക്കുളത്ത് നമ്മൾ വരുമ്പം നമുക്ക് ഉള്ള പ്രതീക്ഷയേക്കാളും ആ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, നമ്മുടെ സാമൂഹിക സമ്മർദ്ദം, അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള ആവേശം, ഇതൊക്കെ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ കേക്ക് അതിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു. ഈ രാത്രിയിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. ആ അമ്പരപ്പ് അത്യാവശ്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞിട്ട് ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോയേനെ. ഓക്കെ, താങ്ക് യു. ഇവിടെ കൂടിയ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, വന്നിട്ട് പോയവർക്കും നന്ദി. ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ യാത്രയുടെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാവുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ ജില്ലാ പര്യടനത്തിന്റെ സമാപന പൊതുയോഗം നടന്നിരുന്നു. അതിൽ SKN സംസാരിച്ചിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു തത്സമയ അഭിമുഖം സംപ്രേഷണം ചെയ്ത് നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണിത്. VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പരിപാടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ശബ്ദമൊക്കെ ആണ്ട് പോയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒരു കാഷ്വാലിറ്റി അതിനകത്ത്. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന പരിപാടിയായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊക്കെ ഈ AC മുറിയിലിരുന്ന് ഇവരുടെയൊക്കെ വാർത്തകൾ വായിച്ച് തള്ളിവിടുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർക്കൊക്കെ വെയിൽ കൊണ്ടാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മൾ പുല്ലൂർ തൂക്കുപാലത്തിൽ നിന്ന് ഞാൻ ഈ മദ്യവിരുദ്ധ ലഹരി മരുന്ന് വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അവിടെ ചൂട് 39 ഡിഗ്രിയാണ്. വെള്ളക്കാരനുണ്ടാക്കിയ തൂക്കുപാലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ സൂര്യൻ കത്തിക്കാളി വെയിലിറങ്ങുക. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ടൊരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന പണി തന്നെയാണ് ഇത്. നമ്മളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നാശമായി പോകും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം ഞാൻ രാവിലെ, നിങ്ങൾക്കറിയാം 7 മണിക്ക് മോർണിംഗ് ഷോ വരാറുണ്ട്. വീട്ടമ്മമാരൊക്കെ അവർ രാവിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നതിനിടയിൽ എന്നെയും കൂടെയൊക്കെ സഹകരിപ്പിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആളുകൾ രാവിലെ ചായയുടെ എന്ന് പറയുമ്പം പത്രം വായിക്കുന്നതിനിടയിൽ ഓൺ ചെയ്ത് വെക്കുന്ന ചാനലും ചിലപ്പോൾ മോർണിംഗ് ഷോയിലൂടെ ആയിരിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇന്ന് ഒരു കൊലപാതകവും വായിക്കേണ്ടി വരല്ലേ എന്നാഗ്രഹിച്ച് ഇടത്തും വലതും കാലെടുത്ത് 2 കാലൂടെ എടുത്ത് വെച്ച് ജമ്പ് ചെയ്ത് സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലോട്ട് കയറി. അന്ന് 14 കൊലപാതകം വായിച്ചു. 3.5 മണിക്കൂർ ദൈർഘ്യത്തിനിടയിൽ 14 കൊലപാതകം വായിച്ചത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കെട്ടാലറയ്ക്കുന്ന പാതകങ്ങളാണ്. പെറ്റമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റി, അത് അല്ലെങ്കിൽ ഉറക്കി കിടന്ന പിതാവിനെ കഴുത്തിയരിച്ച് കൊലപ്പെടുത്തി, അതുപോലെ സ്വന്തം മകൻ അമ്മയെ വേറെ രീതിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ. ഈ അടുത്തിടെ ഒരു വാർത്ത കൂടി സംഭവിച്ചു. നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം ഒരു കിടപ്പ് രോഗിയായ ഒരു അമ്മയെ പീഡിപ്പിക്കാൻ ഒരു മകൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വായിക്കേറി പൊത്തി. ആ വാർത്ത വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ അടുത്തിടെ ഒരു അമ്മ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. അതായത് 10-11 വയസ്സുള്ള ഒരു പയ്യൻസ് അവരുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ അവരെ സ്പർശിക്കുന്ന രീതിക്ക് വ്യത്യാസം വന്നു എന്ന് സംശയം തോന്നുന്നു. വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മകൻ രാത്രി നേരം മടങ്ങി വരുമ്പോൾ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. കാര്യം കൊലക്കത്തിയുമായിട്ട് കയറി വരുമോ, മറ്റെന്തെങ്കിലും ആഗ്രഹത്തോടെ വരികയാണോ? ഇതൊക്കെ അമ്മമാർക്ക് വല്ലാത്ത പേടി ഉണ്ടായിരിക്കുന്ന, ഭീതി ഉണ്ടായിരിക്കുന്ന ഒരു ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ
ആറന്മുളയിലെ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഒരമ്മ ആകാശം കേൾക്കെ വിളിച്ചു പറയുകയായിരുന്നു ഇങ്ങനെ ഈ നാട് നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര തിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇത് അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, കാര്യമായ സംഭവമൊന്നുമില്ല, വാർത്താ ചാനലുകൾ ഇത് പൊലിപ്പിക്കുകയാണ് എന്നൊക്കെ എനിക്ക് തോന്നി. എന്നാൽ ഈ യാത്ര കൊല്ലത്തെത്തുകയും പത്തനംതിട്ട ജില്ലയിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഒരു സത്യം വേദനയോടെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഏതെങ്കിലും ഒരു മാരക ലഹരിക്ക് അടിമയാകാത്ത ഒരാളുമില്ല, പ്രത്യേകിച്ച് കുട്ടികളിൽ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 600 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% കുട്ടികൾ പേരും 18 വയസ്സ് തികയാത്തവരാണ്. അതിൽ 10-12% പെൺകുട്ടികളുമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. പാറശാലയ്ക്കടുത്ത് ഞങ്ങളൊരു പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ കൂളെന്ന് പറയുന്നൊരു മിഠായി ഉണ്ട്, ലഹരി മിക്സ് ചെയ്ത മിഠായി. ഞാൻ വിചാരിച്ചത് പാറശാല കാക്കനാട് ഭാഗത്ത് കാട്ടാക്കട ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തുമ്പോഴും തിരുവല്ലയിൽ എത്തുമ്പോഴും ഒക്കെ അവിടുത്തെ പള്ളിക്കൂടം വരാന്തയിൽ അപരിചിതരായ ആൾക്കാർ കോൾ മിഠായി വിൽക്കുന്നു. സംസ്ഥാനത്തുടനീളം ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മളിത് തടയണം? അത് വളരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ ജാതിമത പരിഗണനകളോ ഒന്നുമില്ല. കേരളം എന്ന് പറയുന്ന ഈ പുണ്യ മണ്ണ്, നമുക്ക് പിറന്ന മണ്ണ് നശിച്ചു പോകാനും നമ്മുടെ സാമൂഹിക ജീവിതം അപകടത്തിലേക്ക് പോകാനുമൊക്കെ സാധ്യതയുള്ള മാരകമായ സിന്തറ്റിക് ലഹരികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു 500 ഗ്രാം MDMA പിടിച്ചത്. യഥാർത്ഥത്തിൽ നഖത്തിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു തരി മതി ഒരാൾക്ക് ഫിറ്റാകാൻ. സിന്തറ്റിക് ലഹരി കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ഒരാളിനെ നിങ്ങൾക്ക് ഗന്ധം വെച്ച് തിരിച്ചറിയാനൊന്നും കഴിയില്ല. വെള്ളമടിച്ച് വീട്ടിൽ പൂസായി കയറി വരുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ MDMA ഉപയോഗിച്ച് കയറി വരുന്ന മകനെ മനസ്സിലാകില്ല. ഇന്ന് നമുക്കറിയാം, ഈ കോവിഡ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ 2ആയി വെട്ടിമുറിച്ചു. കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. കോവിഡിന് പിമ്പ് 2021 20 മാസക്കാലം കോവിഡ് അനുഭവിച്ചവരാണ് നമ്മൾ. 2021 ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഈ സിന്തറ്റിക് ലഹരികൾ, രാസലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു. ആദ്യ വർഷം 600 ആയിരുന്നെങ്കിൽ അടുത്ത വർഷം അത് 1300 ആകുന്നു. തൊട്ടടുത്ത വർഷം 2000 ആകുന്നു. ഇപ്പോൾ 30,000-ഓളമാണെന്ന് അനൗദ്യോഗിക കണക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്നു. ഇതിൽ കുട്ടികളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMA എന്ന മാരക ലഹരിക്ക് വിധേയമാണ് എന്ന യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ യാത്ര എങ്ങോട്ടാണ് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, മനോരോഗം ബാധിച്ച ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾക്കറിയില്ല. അയാളുടെ മനോനില അപ്പാടെ തകർന്നു പോയതാണ്. ഇതേ അവസ്ഥ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് ഒരു രാസലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടാകും. കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, അതല്ലെങ്കിൽ MDMA, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിവിട്ടു പോകും. അവർക്ക് അമ്മയും പെങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഈ തൊട്ടെതിരെ നിൽക്കുന്ന ആളിനോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം അവർക്കുള്ളൂ. കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ കയറി കുത്തും. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്നത് എൻ്റെ മക്കളെല്ലാം നല്ല ആൾക്കാരാണ്, അവർക്ക് ഈ അസുഖമൊന്നുമില്ല, അവരെ ഞാൻ നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വരട്ടെ. നിങ്ങൾ പൊതുരംഗത്തിറങ്ങി നടക്കുന്നവരല്ലേ, രാജവീതിയിലൂടെ, മെയിൻ റോഡിലൂടെ, ഹൈവേയിലൂടെ ഒക്കെ നിങ്ങൾ എരച്ചു പായി. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ ജില്ലാ പര്യടനത്തിന്റെ ഭാഗമായുള്ള സമാപന പൊതുയോഗം, അതിൽ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുകയായിരുന്നു. 24 ചീഫ് എഡിറ്റർ സംസാരിക്കുകയായിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം അത് പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരമുണ്ട്. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും അത് ലഭ്യമാണ്. പ്രൈം ടൈമിലേക്ക് വീണ്ടും കോഴിക്കോട് നിന്ന് കാണാതായ വേദവ്യാസ സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി എന്ന വിവരം പുറത്തുവരുന്നു. ബീഹാർ സ്വദേശിയായ സംസ്കാർ കുമാറിനെയാണ് ഈ മാസം 24 മുതൽ കാണാതായത്. പൂനെയിൽ നിന്നാണ് കുട്ടിയെ കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ദിവസങ്ങളായി കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. അതിനിടയിൽ ഇന്നലെ പുറത്തു വന്ന CCTV ദൃശ്യം, ട്രെയിനിൽ കയറുന്ന ദൃശ്യം, അതാണ് ഇതിൽ നിർണായകമായത്. പൂനെയിലേക്ക് പിന്നീട് അതിൻ്റെ തെരച്ചിൽ അന്വേഷണ സംഘം വ്യാപിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഈ കുട്ടി എന്തിനു പോയി? മറ്റ് വിശദാംശങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മിഥില?
രജിത്ത്, അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരം ഈ കുട്ടിയെ കണ്ടെത്തി എന്നത് മാത്രമാണ്. പൂനെ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത്. നടക്കാവ് പോലീസാണ്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ കണ്ടെത്തുന്നതിന് ഏറെ നിർണായകമായതായിരുന്നു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ ഈ കുട്ടി കയറുന്ന ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ പൂനെ കേന്ദ്രീകരിച്ചായിരുന്നു കേരള പോലീസിൻ്റെ, പ്രത്യേകിച്ച് നടക്കാവ് പോലീസ് സംഘം അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് ഈ കുട്ടിയെ പൂനെയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. പൂനെയിൽ ഈ കുട്ടിക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്ന ഒരു സൂചന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വേദവ്യാസ സ്കൂളിലെ മറ്റു കുട്ടികളോട് ഇക്കാര്യത്തിൽ കുട്ടി സംസാരിച്ചിരുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ പൂനെയിൽ ഈ കുട്ടിക്ക് ഇല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പ്രധാനമായത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. പൂനെ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ്. ഈ മാസം 24-നായിരുന്നു വേദവ്യാസ സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനായ ഈ വിദ്യാർത്ഥി, ബീഹാർ സ്വദേശിയാണ് ഇവൻ, ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും അതിസാഹസികമായി പുറത്ത് കടന്നത്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നതും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും നിർണായകമായത് ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ഒരു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നടക്കാവ് പോലീസിൻ്റെ അന്വേഷണം. റീജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ കുട്ടി എന്തിനാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. കുട്ടിയുമായി സംസാരിച്ച് പോലീസ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന് കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തും എന്ന് കരുതാം. അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ഈ സ്കൂളിലെ അധികൃതരടക്കം പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ കുട്ടി പോകാൻ കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരട്ടെ. എമ്പുരാൻ സിനിമയ്ക്ക് പിന്തുണയുമായി ഫെഫ്ക. പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ നടക്കുന്ന ആക്രമണങ്ങൾ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. സർഗാത്മക വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വ്യക്തി അധിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലും അനുവദിക്കില്ല എന്നും ഫെഫ്കയുടെ പ്രസ്താവന. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടെ ഫെഫ്കയുടെ നിലപാട് അവർ വിശദീകരിക്കുന്നു. എന്താണ് അതിന്റെ ഉള്ളടക്കം, ഈ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം? ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സിനിമാ സംഘടനകൾ മൗനം പാലിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെഫ്ക എമ്പുരാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിലവിൽ ഈ സിനിമയുടെ സർഗാത്മകതയോ അതിന്റെ ഉള്ളടക്കത്തെയോ വിമർശിക്കുന്നതിനെ ഞങ്ങൾ എതിരല്ല. പക്ഷേ ആ വിമർശനം വ്യക്തി അധിക്ഷേപത്തിലേക്കൊക്കെ പോകുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ നടക്കുന്ന സൈബർ ആക്രമണം നിർഭാഗ്യകരം എന്നാണ് ഫേസ്ബുക്കിൽ ഫെഫ്ക വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ പിന്തുണയും ഈ അണിയറ പ്രവർത്തകർക്ക് ഫെഫ്ക നൽകുകയും ചെയ്യുന്നുണ്ട്. ടിക്ക്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ മോഹൻലാൽ ചിത്രം എമ്പുരാൻ 200 കോടി ക്ലബിലെത്തി. റിലീസ് ചെയ്ത് 4ാം ദിവസമാണ് എമ്പുരാൻ 200 കോടി നേടുന്നത്. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ വിവാദങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അത് പക്ഷേ ചിത്രത്തിന്റെ കളക്ഷനൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. ഈ 4 ദിവസം കൊണ്ട് 200 കോടി ക്ലബിലേക്ക് അതിന്റെ കണക്കുകൾ എങ്ങനെയാണ്, കളക്ഷൻ കണക്കുകൾ എങ്ങനെയാണ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദ കൊടുങ്കാറ്റിനിടെ എമ്പുരാൻ സിനിമ 200 കോടി ക്ലബിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് റിലീസിന് ശേഷം 48 മണിക്കൂർ കൊണ്ടാണ് 100 കോടി ക്ലബിലേക്ക് എമ്പുരാൻ സിനിമ എത്തിയത്. പിന്നാലെയാണ് ഇപ്പോൾ 5ാം ദിവസം പിന്നിടുമ്പോൾ 200 കോടി ക്ലബ് എന്ന ചരിത്രം ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. 4.25 ലക്ഷം ടിക്കറ്റുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എമ്പുരാൻ സിനിമയ്ക്കായിട്ട് വിറ്റ് പോയിട്ടുള്ളത്. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജും നായകൻ മോഹൻലാലും ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്. വലിയ വിവാദങ്ങളാണ് പല ഭാഗത്തും ഈ റിലീസിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇപ്പോൾ റീ എഡിറ്റ് ചെയ്ത് നാളെയോടുകൂടി അത് റിലീസിനെത്തുകയും ചെയ്യും. സെൻസർ ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലേക്ക് റീ എഡിറ്റ് ചെയ്ത് ഏതാണ്ട് 3 മിനിറ്റ് ഭാഗമായിരിക്കും കട്ട് ചെയ്ത് നാളെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുക. അപ്പോൾ അത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലും 200 കോടി ക്ലബിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വിവാദങ്ങൾക്കിടയിലും ജനപ്രതി നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അണിയറ പ്രവർത്തകരെല്ലാം തന്നെ അതിൻ്റെ സന്തോഷം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെഫ്കയൊക്കെ പിന്തുണയുമായിട്ട് എമ്പുരാൻ സിനിമയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകൻ പൃഥ്വിരാജിനും നടൻ മോഹൻലാലിനും മറ്റ് അണിയറ പ്രവർത്തകർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അപലപിച്ചുകൊണ്ട് ഫെഫ്കയും രംഗത്തെത്തിയിരുന്നു. പിന്നാലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് എമ്പുരാൻ സിനിമയ്ക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം, അണിയറ പ്രവർത്തകർക്ക് സന്തോഷമാകുന്ന, ആരാധകർക്ക് ആവേശമാകുന്ന കാര്യത്തിലേക്ക് എത്തിയത്. 200 കോടി ക്ലബ് എന്ന ചരിത്രം അത് റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് അങ്ങനെ മുന്നേറുന്നു. റിജിത്ത്. എമ്പുരാനിൽ പ്രതികരിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അസഹിഷ്ണുതയുടെ പര്യായമായി ചിലർ മാറി. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താമെന്ന് കരുതേണ്ട. കേരളത്തിൽ ഇത് നടക്കില്ല എന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. എമ്പുരാൻ സാങ്കല്പിക കഥയെന്ന് പറയുമ്പോഴും RSS എന്തിന് വിരളി പിടിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചു. മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെ ആവിഷ്കരിക്കാനാണ് എമ്പുരാൻ ശ്രമിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി.
സഹിഷ്ണുതയുടെ പര്യായമായി ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരായി ചിലർ മാറുകയാണ്. എന്ത് വെട്ടിമാറ്റിയാലും ചരിത്രത്തിലെ വസ്തുതകളെ വെട്ടിമാറ്റാനാകില്ല. പൃഥ്വിരാജിനെ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് സെൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം, പക്ഷെ ചരിത്രത്തെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സെൻസർ ചെയ്യാനോ വെട്ടാനോ പറ്റില്ല. ഇതൊരു സാങ്കല്പിക കഥയാണെന്നും കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികമാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണ് ആ സിനിമയെ ഇത്രയേറെ ആക്രമിക്കുന്നത്? തങ്ങളുടെ കുറ്റബോധം, തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ളൊരു സിനിമയായി മാറിയോ എന്നത് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിലുള്ള ആമർഷം. മതനിരപേക്ഷ രാജ്യത്തിൻ്റെ ആവശ്യകതയെ ഫലപ്രദമായിട്ട് അവതരിപ്പിച്ച സിനിമയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. സമാധാനം നമുക്കെല്ലാം വേണം എന്നൊരാശയം നമ്മളിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമൂഹത്തോട് പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഒരു സിനിമയിലൂടെ. അതിൽ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. ആ ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും പ്രതിഷേധം കടുപ്പിച്ച ആശാ വർക്കേഴ്സ്. രാപകൽ സമരത്തിന്റെ 50-ാം നാളിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം. മുറിച്ച മുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു. സമരത്തിന്റെ 50-ാം ദിനം സമരപ്പന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു. മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി 100-ലധികം ആശമാർ. മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. പിന്നീട് മാലയായി കോർത്ത് സമരപ്പന്തലിന് മുന്നിൽ തൂക്കി. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി മുടിമുറിച്ചു. BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവരും സമരപ്പന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനിടെ ആശമാരുടെ സമരത്തെ വിമർശിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രംഗത്തെത്തി. ആശമാർ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും മുറിച്ച മുടി അവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. മന്ത്രി കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസത്തോടുള്ള സമരസമിതിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. KCBCക്ക് പിന്നാലെ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണയുമായി ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതിയും. നിലവിലുള്ള വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമെന്ന് CBCI പ്രസ്താവനയിൽ പറയുന്നു. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. വഖഫ് ബില്ലിൽ സമവായത്തിനായി KCBCയുമായി ചർച്ച നടത്തുകയാണെന്ന് മുസ്ലിം ലീഗും വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള MPമാരോട് KCBCയുടെ ആഹ്വാനം. ഇതിന് പിന്നാലെയാണ് CBCIയും നിലപാട് വ്യക്തമാക്കിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ജനപ്രതിനിധികൾ ക്രിയാത്മക നിലപാട് സ്വീകരിക്കണമെന്ന് ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമപരമായ ഭേദഗതിയിലൂടെയേ ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും CBCI. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവും സ്വാഗതം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നുണപ്രചാരണം നടത്തരുതെന്ന് किरण रिजिजू. हाथ जोड़ करके सबको कहता हूं कि आप अगर बिल का विरोध करना है तो तर्क रख करके आप विरोध कीजिए. कौन सा प्रावधान को आप विरोध करते हैं बताइए, और ये भी बताइए कि गैर संवैधानिक कैसे है वो भी बताइए. ऐसे झूठ बात फैलाने से तो होगा नहीं. അതേസമയം KCBCയുമായി നല്ല ബന്ധമാണെന്നും സമവായത്തിനായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കി. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതി ബില്ലും കൂട്ടിക്കലർത്തരുതെന്ന് രാജ്യസഭാ MP ഹാരിസ് ബീരാൻ. മുനമ്പം ഇഷ്യൂവിൽ അതിൻ്റേതായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകൾ യോഗത്തിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവും ഇതുമായിട്ട് കൂട്ടിക്കലർത്താതെ ഈ വഖഫ് ബില്ലിൽ വന്നിരിക്കുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വവും KCBCയുമായുള്ള ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരെന്ന് പാളയം ഇമാം
ഡോക്ടർ VP സുഹൈബ് മൗലവിയും പ്രതികരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിച്ച വഖഫ് ബിൽ ഭേദഗതികളോടെ പാർലമെന്റിന്റെ ഈ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. 24 ഡൽഹി, തിരുവനന്തപുരം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും കേന്ദ്ര സർക്കാർ പ്രശംസയുമായി ഡോക്ടർ ശശി തരൂർ MP. കോവിഡ് കാലത്ത് ഇന്ത്യയുടെ വാക്സിൻ നയത്തെ പിന്തുണച്ചാണ് ഇംഗ്ലീഷ് വാരികയിൽ ശശി തരൂരിന്റെ ലേഖനം. ശശി തരൂരിന്റെ നിലപാടിനെ BJP സ്വാഗതം ചെയ്തു. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന AICC നിർദ്ദേശം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന് വീണ്ടും ശശി തരൂരിന്റെ പ്രശംസ. കോവിഡ് കാലത്തെ വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. ഇന്ത്യയുടെ വാക്സിൻ കയറ്റുമതി ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെട്ടു. 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി, സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ സുഹൃത്തായി മാറിയെന്നും ഡോക്ടർ ശശി തരൂർ MP. ദി വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചിരിക്കുന്നത്. ശശി തരൂരിനും പല കോൺഗ്രസ് നേതാക്കൾക്കും മനംമാറ്റമുണ്ടായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നുവെന്ന സത്യം കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു. എന്നാലിപ്പോൾ കോൺഗ്രസും സർക്കാർ നിലപാട് അംഗീകരിച്ചുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. 24 ഡൽഹി. കാസർഗോഡ് കുമ്പളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഞ്ചാവ് കേസിലെ പ്രതിയുടെ കുത്തേറ്റു. ബംബ്രാണം സ്വദേശി അബ്ദുൽ ബാസിദിനെ പിടികൂടുന്നതിനിടെയാണ് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത്ത്, രാജേഷ് എന്നിവർക്ക് കുത്തേറ്റത്. ഇരുവരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024 കാസർഗോഡ് നഗരത്തിൽ വെച്ച് 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ 4ാം പ്രതിയാണ് അബ്ദുൾ ബാസിദ്. കേസിൽ പ്രതി ചേർത്തതോടെ ഇയാൾ ഒളിവിൽ പോയി. ഇന്ന് കുമ്പളയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ബംബ്രാണയിലെ വീട്ടിൽ പ്രതി എത്തിയെന്ന വിവരം എക്സൈസ് നാർക്കോട്ടിക് സംഘത്തിന് ലഭിച്ചു. ഇതോടെയാണ് എക്സൈസ് സംഘം അബ്ദുൾ ബാസിദിന്റെ വീട്ടിലെത്തിയത്. ബംബ്രാണയിലുള്ള ടിയാന്റെ വീട്ടിൽ ടിയാൻ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോൾ ഈ അബ്ദുൾ ബാസിദ് എന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കമ്പി കൊണ്ട് പ്രജിത്തിന്റെ കഴുത്തിലേക്ക് കുത്തുകയും ആഴത്തിൽ മുറിവേൽക്കുകയും അതുപോലെ ചുണ്ടിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷിൻ്റെ കൈക്ക് ഇരുമ്പ് തണ്ടുകൊണ്ട് ആക്രമിക്കുകയും കാലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെ അബ്ദുൾ ബാസിദ് അക്രമാസക്തനായി. കമ്പി ഉപയോഗിച്ച് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത്ത് KR, രാജേഷ് P എന്നിവരെ ആക്രമിച്ചു. പ്രജിത്തിന് കഴുത്തിലും രാജേഷിന് കൈക്കുമാണ് പരിക്കേറ്റത്. ഇരുവരെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കുമ്പള പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. 24 കാസർഗോഡ്. മലപ്പുറത്ത് കൂരിയാടിൽ ദേശീയപാതയിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി നിർമ്മാണ തൊഴിലാളി മരിച്ചു. അതിഥി തൊഴിലാളി മോഹൻ സാദത്താണ് മരിച്ചത്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, എപ്പോഴാണ് ഈ അപകടം? എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ് വിപിൻ C. വിജയൻ? ശ്രീജിത്ത്, അതിദാരുണമായ അപകട മരണമാണ് കൂരിയാട് ഉണ്ടായത്. കൂരിയാട് ദേശീയ ഹൈവേയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേശീയ പാത നിർമ്മാണം നടക്കുന്ന കരാർ എടുത്ത കമ്പനിയുടെ JCB ആണ് ഇപ്പോൾ തടച്ചിരിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈയാണ് ഈ മോഹൻ സാദത്തിന്റെ ദേഹത്ത് തലയ്ക്ക് തട്ടിയത്. മോഹൻ സാദത്തിന് 50 വയസ്സാണ്, ബീഹാർ സ്വദേശിയാണ്. വൈകിട്ട് 3:30 കൂടിയായിരുന്നു ഈ ഒരു അപകടം നടക്കുന്നത്. അപ്പോൾ യന്ത്രക്കൈ തലയ്ക്ക് തട്ടി ഉടൻ തന്നെ വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം ഉടൻ തന്നെ തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു. പോലീസ് അതിന്റെ തുടർ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPIM പ്രവർത്തകരുടെ ആഘോഷം. പറമ്പായിൽ കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായ കലശഘോഷയാത്രയിലാണ് മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികൾ ഉപയോഗിച്ചത്. AKGയുടെയും EMSന്റെയും പേരു പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവഗാനങ്ങൾക്കുമൊപ്പം കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും. CPIM ശക്തികേന്ദ്രമായ പ്രദേശത്ത് നടന്ന കലശഘോഷയാത്രയ്ക്കിടെയായിരുന്നു ആഘോഷം. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 8 പേരുടെ ചിത്രങ്ങളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്. സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലെ ഉത്സവങ്ങളിൽ CPIMഉം BJPയും ചേരിതിരിഞ്ഞ് ശക്തിപ്രകടനം നടത്തുന്നത് പതിവായിട്ടുണ്ട്. പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്നാൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷം ഇതാദ്യമായാണ്. 24 കണ്ണൂർ.
ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന 2 പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതിലൊന്ന് സന്ദീപ് വാര്യരുടെ പ്രതികരണമാണ്. ബി ഗോപാലകൃഷ്ണനെ പരിഹസിക്കുന്നു സന്ദീപ് വാര്യർ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നത് അരികിൽ കൂടി പോലും പോയിട്ടില്ലാത്തവർ വെച്ചാണ് കേരളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പരിഹാസം. സുപ്രിയയെ മല്ലിക സുകുമാരൻ നിലയ്ക്ക് നിർത്തണമെന്ന ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിലാണ് ആ മറുപടി ഉണ്ടാകുന്നത്. മറ്റൊന്ന് ബി ഗോപാലകൃഷ്ണൻ സുപ്രിയയെ അർബൻ നക്സൽ എന്ന് വിളിച്ചതിന് പിന്നാലെ സുപ്രിയയ്ക്കും പൃഥ്വിരാജിനും പിന്തുണയുമായി ഹൈബി ഈഡൻ രംഗത്ത് വരുന്നു. മറ്റൊന്നൊരു കായിക വാർത്തയാണ്. മുംബൈക്ക് 117 റൺസ് വിജയലക്ഷ്യം. IPL കൊൽക്കത്ത 116 ഓൾ ഔട്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിലായി കോഴിക്കോട്ട് നിന്ന് പുറത്തുവരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോഴിക്കോട് നാദാപുരം വളയത്ത് യുവതിയെയും മക്കളെയും കാണാനില്ല എന്ന് പരാതി. കുറുങ്ങോട്ട് ഹൗസിൽ ആഷിദ മക്കളായ മെഹ്റ, ഫാത്തിമ, ലുക്മാൻ എന്നിവരെയാണ് കാണാതായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂവരെയും കാണാതായത്. മൂവരും ബംഗളൂരുവിലെത്തിയ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായതാണ് എന്ന് പറയുന്നു. ഇന്നാണോ അതിൻ്റെ വിവരം പുറത്തു വരുന്നത്? ബന്ധുക്കളൊക്കെ, വീട്ടുകാരൊക്കെ എന്താണ് പറയുന്നത് മിഥില? രജിത്ത് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയാണ് ഈ യുവതിയെയും 2 മക്കളെയും കാണാതായത്. ഈ മക്കളെയും കൂട്ടി യുവതി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങാൻ കാരണം എന്നാണ് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. നിലവിൽ ലഭ്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ 3 പേരും ബംഗളൂരുവിൽ എത്തിയതായാണ് വിവരമുള്ളത്. ബംഗളൂരുവിൽ നിന്നും ഇവർ ഡൽഹിയിലേക്ക് പോയതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായ സൂചന തന്നെയാണ് പോലീസിന് ലഭിച്ചത്. ഡൽഹിയിൽ എത്തി എന്ന ഒരു വിവരവും ലഭ്യമാകുന്നുണ്ട്. നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടു, ഡൽഹിയിൽ എത്തി എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേഷനായി നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കുറുങ്ങോട്ട് ഹൗസിൽ ആഷിദ, മക്കളായ മെഹ്റ, ഫാത്തിമ, ലുക്മാൻ 10ഉം 5ഉം വയസ്സുള്ള കുട്ടികളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ലഭ്യമായ വിവരം എന്നത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കുട്ടികളുമായി ഈ യുവതി വീട് വിട്ടിറങ്ങിയത് എന്നാണ്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാക്കുടിപ്പക കൊലപാതകത്തിൽ മുഖ്യപ്രതി അലുവ അതുലിന്റെ വീട്ടിൽ നിന്ന് എയർ പിസ്റ്റൾ കണ്ടെത്തി. കരുനാഗപ്പള്ളി പോലീസാണ് അതുലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. അതേസമയം കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട സോനുവിനെ ഓച്ചിറ പോലീസ് പിടികൂടി. ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതി അലുവ അതുലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് കണ്ടെടുത്തത് എയർ പിസ്റ്റളും മഴുവും വെട്ടുകത്തിയും അടക്കമുള്ള മാരകായുധങ്ങൾ. അലുവ അതുലിനായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു വീട്ടിലെ പരിശോധന. കേസിലെ മറ്റു പ്രതികളുടെ വീടുകളിലും പരിശോധന നടത്തി. വയനകം സംഘത്തിൽ 64-ലധികം ചെറുപ്പക്കാരുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരുകയാണ്. അതേസമയം കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട സോനുവിനെ ഓച്ചിറ പോലീസ് പിടികൂടി. വള്ളിക്കുന്നത്ത് നിന്നാണ് ഓച്ചിറ പോലീസ് പ്രതിയെ പിടികൂടിയത്. കേസിലെ പ്രധാന പ്രതിയെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടിക്കാനാകാത്തത് പോലീസിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 24 കൊല്ലം. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാലാവസ്ഥാ റിപ്പോർട്ട് കൂടി നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.